ഹായ്. ഇന്നൊരു നഴ്സറി വിസിറ്റിംഗ് കേട്ടോ. നമ്മൾ വയനാട് പോയി വന്നപ്പോൾ നമ്മൾ ലക്കിടിയിലുള്ള പ്ലാന്റ് പാർക്ക് നഴ്സറിയാണിത്. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളായിട്ട് അതിന് കുറേ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ ധാരാളമായിട്ട് സീസൺ പ്ലാന്റ് ആണ് ഉള്ളത്. അതും ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇവിടെ കൂടുതലുള്ളത്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഏത് കാലത്ത് വന്നാലും ഇവിടെ സീസൺ പ്ലാന്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഓരോ സീസണിലായിട്ടുള്ള ഓരോ ഐറ്റം ഫ്ലവറും നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. അതിൽ ഓരോ പ്ലാന്റിൻ്റെ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അതിന് കളറായിട്ടാണെങ്കിലും ക്വാണ്ടിറ്റി ആയിട്ടാണെങ്കിലും ഇഷ്ടം പോലെ വാങ്ങാൻ പറ്റും. ഇവർ ഇവിടെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കേണ്ട പ്ലാന്റുകളാണ് എല്ലാം. അപ്പം അതുകൊണ്ട് വിലയും കുറവാണ്. എല്ലാം ഇവിടെ ഉണ്ട്. അത് ഓർക്കിഡാണ്. ഓർക്കിഡിൻ്റെ ചെറിയ സീഡിയം പ്ലാന്റ് മുതൽ വലിയ മദർ പ്ലാന്റ് വരെ ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷെ അധിക സ്ഥലത്തൊന്നും മദർ പ്ലാന്റ് കിട്ടാൻ പാടാണ് നമുക്ക്. ചെറിയ ഫ്ലവറിങ് വരുന്നതും ഫ്ലവർ വന്നതായിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് എവിടെ പോയാലും കിട്ടല്. ഇവിടെ വലിയ 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 മദർ പ്ലാന്റുകൾ ഇഷ്ടം പോലെ വാങ്ങിക്കാണ്ട്. അതിലെല്ലാ കളക്ഷനും എല്ലാ കളേഴ്സും ഉണ്ട്. പെറ്റൂണിയ പ്ലാന്റ് ഇപ്പോഴത്തെ ഈ സീസൺ പ്ലാന്റ് പ്ലാന്റാണ് ചൈന പിങ്ക്. അടുത്തായിട്ടുള്ള ബിഗോണിയൻ്റെ ഒരു വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. അത് ബിഗോണിയൻ്റെ എല്ലാം, അതായത് കെൻ ബിഗോണിയ ഉണ്ട്, റെക്സ് ബിഗോണിയ ഉണ്ട്, ഫ്ലവറിങ് ബിഗോണിയ ഉണ്ട്, എല്ലാ ബിഗോണിയും ഉണ്ട്. അതിൻ്റെ ചെറിയ പ്ലാന്റും വലിയ പ്ലാന്റും എല്ലാ പ്ലാന്റും വാങ്ങിക്കാൻ കിട്ടും. ബിഗോണിയ ഭയങ്കര രസമുള്ള പ്ലാന്റ് കേട്ടോ. ലീഫില് ഭയങ്കര ഭംഗിയുള്ള ഇതാണ്. ലീഫ് തന്നെ നമുക്ക് ഒടിച്ച് കുത്തി വെച്ചാൽ അതിന് വേര് വരുന്നതാണ് ബിഗോണിയ. ബിഗോണിയൻ്റെ എല്ലാം കണ്ടില്ലേ, ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ മദർ പ്ലാന്റുകളാണ്. ഇത് കൊണ്ടുപോയിട്ട് നമുക്ക് ലീഫ് വെച്ചിട്ട് വേണമെങ്കിൽ എത്ര കുഞ്ഞി കുഞ്ഞി പ്ലാന്റുകൾ നമുക്ക് ഉണ്ടാക്കാനും പറ്റും. പിന്നെ എയർ പ്ലാന്റ് നമ്മൾ മീഡിയം ആവശ്യമില്ല. മുന്നേ ചെയ്തിട്ടുണ്ട്, 15 ദിവസം മുന്നേ ചെയ്തിട്ടുണ്ട്, ഒരു മാസം വരെ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് സെയിലായിട്ട് റെഡി ആയിട്ടുള്ള പ്ലാന്റുകളുണ്ട്. ഇവിടെ ഒരു ബ്ലീഡിങ് ഹാർട്ടിന്റെ ഒരു വലിയൊരു പ്ലാന്റ് ഉണ്ട് കേട്ടോ. അതിവിടെ കുറെ പഴക്കം ചെന്ന പ്ലാന്റ് ആണ്. അത് കട്ട് ചെയ്ത് ഇങ്ങനെ സെറ്റ് ആക്കിയിട്ടാണ്. നല്ല റെഡ് ഫ്ലവറാണ്, റെഡും വൈറ്റും കൂടെ ആയിട്ട്. ഇവിടെ ഉള്ളത് കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ് ആട്ടോ. നമ്മളെ വാണ്ടറിങ് ജൂവിന്റെ ഒക്കെ പ്ലാന്റ് ആണിത്. നല്ല ഭംഗിയാണ്. വെയിൽ കിട്ടുന്നിടത്തോളം ഇതിന്റെ കളേഴ്സ് കൂടും. ഈ വൈറ്റും ഗ്രീനും കൂടി ആയിട്ട് ഒരു മാർബിൾ കളറാണ്. നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഇവിടെ നിന്നാണ് അതാ നോക്കെത്താ ദൂരത്തോളം കിടക്കുന്നുണ്ടും പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റുകളാണ്. ഇത് ബിഗോണിയാണ്, കെയിൻ ബിഗോണിയാണ്. കെയിൻ ബിഗോണിന്റെ ഒരു എന്താ പറയാ, ഒരു കൂട്ടം ബിഗോണിയാണ്. നിറയെ റെഡ് ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത് കാണാൻ എന്ത് രസമാണ് അറിയാം. ഈ ഫ്ലവർ ചുരുങ്ങി ഒരു 6-8 മാസം വരെ നിൽക്കൂട്ടാ. നേരിട്ട് വെള്ളം വീഴഞ്ഞാൽ മാത്രം മതി. ഇപ്പൊ നമ്മള് ഇത് ഫുള്ള് അതന്നെ ഉണ്ടാവും. പിന്നെയും കാണേണ്ടത് ഫുള്ള് നമ്മുടെ പ്രൊപ്പഗേഷൻ ഏരിയ തന്നെയാണ്. ഇവിടെ ഫുള്ളായിട്ട് എയർ പ്ലാന്റ് ഹാങ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ നഴ്സറി
പക്ക നാരോ ലീഫാണ് ഈ കാണുന്നത്, കണ്ടില്ലേ? തീരെ മെലിഞ്ഞ ലീഫാണ്, എംബോർഡറി ആണ് മറ്റേ സാധനം. ഇവിടെ ഒരു വെരിഗേറ്റഡ് ജൂനിഫറസിന്റെ പ്ലാന്റ് കേട്ടോ. അതൊരു ബോൺസായി ആയിട്ട് അവിടെ സെറ്റ് ചെയ്തതാണ്. പിന്നെ ഈ സൈഡിലേക്ക് വന്നാലും നമുക്ക് പെറ്റൂണിയും പിന്നെ വിങ്കാറോസും ഉണ്ട് കേട്ടോ. വിങ്കാറോസിന്റെ എല്ലാ ഐറ്റംസും ഉണ്ട്, എല്ലാ കളേഴ്സും ഉണ്ട്. അത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ പെറ്റൂണിയാണ്. പെറ്റൂണിയിൽ തന്നെ ഇഷ്ടം പോലെ കളേഴ്സ് ഉണ്ട്. ഇത് വയനാടിന്റെ സ്വന്തം പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞ പോലെ ബോൾസം പ്ലാന്റ് ആട്ടാ. ഇത് ഏത് കാലത്തും ഫ്ലവർ ചെയ്തു. നമ്മൾ നാട്ടിൽ കൊണ്ടാലും ഇത്ര ഫ്ലവറിങ് കാണില്ല. വയനാട് വന്നാൽ നിറഞ്ഞ് പൂത്ത് കിടക്കേണ്ട കാണാം. ഡാലിയന്റെ കളക്ഷൻസ് ആണ്. ഡാലിയന്റെ എല്ലാ ചെറിയ പ്ലാന്റും വലിയ പ്ലാന്റും ഫ്ലവറിങ് പ്ലാന്റും പൊട്ടുന്ന പ്ലാന്റായിട്ട് പോയി ഇഷ്ടം പോലെ പ്ലാന്റാണ് കേട്ടോ. ഇത് നഴ്സറിന്റെ ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡിൽ വന്നപ്പോൾ ഫുള്ളായിട്ട് കോട മൂടി വരികയാണ്. ചെറുതായിട്ട് മഴ പാറ്റുന്നുണ്ട്. മഴ മാറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭയങ്കര തണുപ്പും കോട മൂടി നിൽക്കുന്ന കാണാൻ എന്തൊരു ഭംഗിയാണ് അറിയാം. എന്ന് ഈ ഏരിയ വരുമ്പോൾ, അതായത് ലക്കിടി ഏരിയ വരുമ്പോൾ നമ്മൾ എന്തായാലും ഇറങ്ങുമ്പോൾ ആ ഈവനിങ് ടൈമോ രാത്രി കേൾക്കാൻ ഇറങ്ങില്ല. എന്നാലും ലക്കിടി എത്തുമ്പോൾ ഒരു പ്രത്യേകതയാണ്. എപ്പോഴും കോടമഞ്ഞ് ഉണ്ടാവും. കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അവിടെ എന്തായാലും നമുക്ക് ഇറങ്ങാതെ ഒരിക്കലും പോരാൻ നമ്മളെ കൊണ്ട് കഴിയൂല. അത്രയും രസമാണ് അവിടെ. ഇവിടെ കുറേ പ്ലാന്റ് നമ്മളൊന്നും കാണാത്തൊക്കെ റെയിൻട്രീലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അതൊന്നും അത്രയും കളേഴ്സും കൂടും. നല്ല ഭംഗിയാണ്. ഇനി ഇത് കണ്ടില്ല, കോടമഞ്ഞ് മൂടി മൂടി വരികയാണ്. പക്ഷെ നല്ല ഇവിടെ നിന്നായ നമുക്ക് പുറത്ത് പോരാൻ തോന്നൂല, അത്രയും രസമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് ഒന്ന് രേഖപ്പെടുത്തണം.